അതിർത്തി പുകയുകയാണ്. അതിർത്തിയിൽ സൈനിക വിന്യാസമായി ഒഴിപ്പിക്കൽ വരെ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ വളരെ ജാഗ്രതയോടുകൂടി നിൽക്കുന്ന ഒരു നിർണായക മുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ്. എന്തെങ്കിലും പാകിസ്ഥാനെ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും വേണ്ടതല്ലേ അത്. ഇത്രയും വലിയൊരു ക്രൂരമായ ഒരു ചതി അയൽ രാഷ്ട്രത്തോട് കാണിക്കുമ്പോൾ നിരപരാധികളെ കൊല്ലുക എന്ന് പറയുന്ന മാനവ സമൂഹത്തിന് തന്നെ സഹിക്കാൻ വയ്യാത്ത ഒന്ന് ചെയ്തിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒന്നും തിരിച്ചു ചെയ്തില്ല എന്ന് പറയുമ്പോൾ വരും തലമുറ നമുക്ക് മാപ്പ് നൽകും. നമ്മൾ പരിഹാസപാത്രമായി പോവുകയില്ലേ? അപ്പോൾ എന്ത് ഭീഷണി ഉണ്ടെങ്കിലും ശരി, ഇതിന് പ്രതികാരം ചോദിച്ചെങ്കിലേ പറ്റൂ. ആ പ്രതികാരം കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ്. ചരിത്രപരമായിട്ടുള്ള ഒരു നിയോഗം എന്ന് തന്നെ പറയാവുന്ന തന്നെയാണ്. ഉറച്ച മനസ്സോടുകൂടിയാണ് ഇന്ത്യ നീങ്ങുന്നത്. 140 കോടി ജനങ്ങളുടെ പിന്തുണ സമാർജിച്ചുകൊണ്ട്, അതിനുശേഷം ലോകരാഷ്ട്രങ്ങളുടെ സാരഥികളുടെ പിന്തുണ സമാർജിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജഗർനോട്ട് മുമ്പോട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് നായ്ക്കൾ കുരയ്ക്കുന്ന പോലെ ചില കുരകളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ പുല്ലുപോലെ തൃണവൽ ഗണിച്ചുകൊണ്ട് ഈ സാർത്ഥവാഹക സംഘം, ഈ കാരവൻ, സിനിമയിലെ കാരവൻ അല്ലിത്, മുന്നോട്ട് തന്നെ പോവുകയാണ് നിശ്ചയദാർഢ്യത്തോടു കൂടി. ഇവിടെ അർജുനനുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവരും പാണ്ഡവരും നിരന്നിരിക്കുന്നത് പോലെ ഒരു സന്ദർഭമാണ്. ഇവിടെ അർജുനനുണ്ട്, പാണ്ഡവരുണ്ട്, അതുപോലെ തന്നെ കൃഷ്ണനുമുണ്ട്, ഉപദേശികൻ കൃഷ്ണനുമുണ്ട്. വാസ്തവത്തിൽ ഈ സന്ദർഭത്തിൽ ഞാൻ നമ്മുടെ വിദേശകാര്യമന്ത്രിയെ കാണുന്നത് ഒരു കൃഷ്ണനായിട്ടാണ്. കാരണം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോ രാജ്യവും എവിടം വരെ പോയി എന്തൊക്കെ ചെയ്യും എന്നുള്ളത് സവിസ്തരമായിട്ടും അഗാധമായിട്ടും പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ചില രാഷ്ട്രങ്ങൾ ഭീഷണി മുഴക്കുന്നുണ്ട്. ചൈന 1, ടർക്കി 2. ടർക്കി എന്ന് പറയുന്ന ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റാത്തൊരു രാഷ്ട്രമാണ്. പണ്ടത്തെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പറ്റി നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ആ ഖിലാഫത്ത് പ്രസ്ഥാനം ലോകം മുഴുവൻ ആക്കാനുള്ള ശ്രമമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം ടർക്കിയിൽ അന്ന് ആക്കാൻ വേണ്ടി അവർ ശ്രമിച്ചപ്പോൾ ഗാന്ധിജി അതിന് കൊടുത്ത പിന്തുണയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടി വന്ന, കേരളീയർ കൊടുക്കേണ്ടി വന്ന, കേരളത്തിലെ ഒരു മതവിഭാഗക്കാരും ഇവിടുത്തെ ദളിതരും കൊടുക്കേണ്ടി വന്ന വില നമ്മൾക്ക് കൺമുമ്പിലുണ്ട്, ചരിത്രത്തിൻ്റെ പാഠമായിട്ട്. ആ രാജ്യം ഇപ്പോഴും ആ ചതിയിൽ തന്നെയാണ്. ലോകമാസകലം അവരുടെ മതം പടർത്താൻ വേണ്ടി നടത്തുന്ന നാറ്റോ സഖ്യത്തിലെ ഏക രാജ്യമാണ് ഈ നാറിയ രാഷ്ട്രമെന്ന് പറഞ്ഞ ടർക്കി. ടർക്കിയെയാണ് സൂക്ഷിക്കേണ്ടത്. കറുത്ത കുതിരയാണ്, ട്രോജൻ കുതിര എന്നും പറയാവുന്ന തരത്തിലുള്ള ചതി പ്രയോഗമാക്കി മാറ്റിയിട്ടുള്ള ഒരു രാഷ്ട്രം. ജനാധിപത്യമെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നുണ്ട്. യൂറോപ്യൻ രാഷ്ട്രങ്ങളെ, നാറ്റോ സഖ്യത്തിലെ അംഗങ്ങളാണല്ലോ, അവരെ കാണിക്കാൻ വേണ്ടി ഒരു പോയിമുഖമാണ് ജനാധിപത്യത്തിൻ്റെ അണിഞ്ഞുകൊണ്ട് ഇസ്ലാമിക വൽക്കരണം, ലോകത്തിൻ്റെ ഗ്ലോബൽ ഇസ്ലാമൈസേഷൻ എന്നുള്ള തിയറിയുമായിട്ട് മുന്നോട്ട് പോകുന്ന വൃത്തികെട്ട രാഷ്ട്രമാണത്. അവിടുത്തെ യസീദികളെ അമ്പേ നശിച്ച് മുച്ചൂടും നശിപ്പിച്ച്, നാറ്റോയുടെ ആഗ്രഹം യസീദികൾക്കായിട്ട് പാലസ്തീൻകാർക്ക് പോലെ ഒരു രാഷ്ട്രം അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. ആ യസീദികളെ മുഴുവൻ നശിപ്പിച്ച് ക്രൂരമായ പീഡനങ്ങൾക്കും ബലാത്സംഗങ്ങൾക്കുമൊക്കെ പഹൽഗാമിൽ എങ്ങനെയാണോ ഭീകരന്മാർ ഹിന്ദുക്കളെ പീഡിപ്പിച്ചത്, ഇസ്രായേലിൽ എങ്ങനെയാണോ പാലസ്തീൻകാർ അധിനിവേശം നടത്തി അവരെ പെരുമാറിയത്, IS എങ്ങനെയാണോ കുർദുകളോട് ഇറാഖിൽ പെരുമാറിയത്, അതേ കണക്കിന് ഈ ജനാധിപത്യ രാഷ്ട്രം യസീദികളോട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ആരും അത് ചൂണ്ടിക്കാണിക്കാനോ പ്രതിഷേധിക്കാനോ ഇല്ല എന്നുള്ളതാണ്. നിസ്സഹായരായ അതിൻ്റെ രസമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിലെ ഒരു അവാന്തര വിഭാഗമാണ് അവർ. അത്തരമൊരു രാഷ്ട്രം, വൃത്തികെട്ട രാഷ്ട്രം, അവരുടെ ആയുധങ്ങളിപ്പോൾ നമ്മൾ അറിയുന്നത് പാകിസ്ഥാനിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ വിമാനങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേ ആയുധങ്ങൾ ചൈനയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ചുക്കും ചെയ്യാനില്ല ഇന്ത്യയിൽ. ഈ ആയുധങ്ങൾ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഇന്ത്യ പുതുതായിട്ടിപ്പോൾ 26 റഫാൽ വിമാനങ്ങൾക്ക് കൂടി ഓർഡർ ചെയ്തിരിക്കും. ഈ റഫാൽ വിമാനങ്ങൾക്ക് മുമ്പിൽ അവയൊക്കെ ആണവ പോർമുനകളുള്ളവയുമാണ്. അത് വെച്ച് അതിൻ്റെ മുമ്പിൽ നിഷ്പ്രഭമായി പോകും പാകിസ്ഥാൻ, കത്തിച്ചാമ്പലായി പോകും. പാണ്ഡവസേനയുടെ മുമ്പിൽ കൗരവസേന നടത്തിയതുപോലുള്ള ധർമ്മത്തിനായിട്ടുള്ള യുദ്ധമാണ് എല്ലാ അർത്ഥത്തിലും നമ്മൾ നടത്തുന്നത്. അപ്പോൾ കുരുക്ഷേത്രവുമായിട്ടുള്ള ഉപമ വളരെ അന്വർത്ഥവുമാണ്. ആ ഇന്ത്യയുടെ ആ മുന്നേറ്റത്തിന് മുമ്പിൽ കൗരവസേന അന്ന് പിടിച്ചു നിന്നതുപോലൊരു പിടിച്ചു നിൽക്കൽ പോലും ഉണ്ടാവില്ല പാകിസ്ഥാൻ്റെ കഴുത്ത് നമ്മൾ ഞെരിക്കും. അതുപോലെയാണ് കറാച്ചി നമ്മൾ പിടിക്കും. ആ രീതിയിൽ മുന്നോട്ട് ഇപ്പോൾ പോയി കഴിഞ്ഞ് ഇപ്പോൾ ഏത് നിമിഷവും സാധിക്കുന്നതാണ്. പക്ഷേ കുറച്ചുകൂടി വിവേകം കാണിക്കുകയാണ്. ആൾനഷ്ടം പരമാവധി കുറയ്ക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ തന്നെ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. പഞ്ചാബ് അതിർത്തിയിൽ, പഞ്ചാബും പാകിസ്ഥാനുമായി ചേരുന്ന സ്ഥലത്ത് നമുക്ക് കുറേ ഗോതമ്പ് പാടങ്ങളുണ്ട്.
ആ ഗോതമ്പ് പാടങ്ങളിലെ വിളവെടുപ്പ് 2 ദിവസത്തിനകം, ഇന്നും കൂടെ ഇന്നാകുമ്പോൾ 24 മണിക്കൂർ, നാളേക്കകം ചെയ്ത് തീർക്കണം എന്ന് നിർദ്ദേശം ഗുരുദ്വാരകളിലെ മൈക്കിലൂടെ, ശ്രദ്ധിക്കണം, ഗുരുദ്വാരകളിലെ മൈക്കിലൂടെ BSF കൊടുത്തിരിക്കുകയാണ്. എന്താ കാര്യം? ഇതിനകം എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളതാണ്. നാട്ടിൽ നടക്കുന്നുണ്ട് വലിയൊരു ഓപ്പറേഷൻ, നമ്മളാരും അറിയാതെ. അതായത് പഹൽഗാമിനടുത്തുള്ള ത്രാൽ വനമേഖലയാണത്. ഇന്ത്യൻ പട്ടാളം അതുപോലെ NIA സജീവമായിട്ട് വളഞ്ഞിരിക്കുകയാണ് ഇതിന് കാരണക്കാരായിട്ടുള്ള തീവ്രവാദികൾ. ആ തീവ്രവാദികളിൽ ഇപ്പോൾ പുതിയ ഒരാളെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയാളും ഇതിൽ ട്രാപ്പ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതല്ല, പക്ഷേ ഇങ്ങനെ കരുതേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണിപ്പോൾ. ആ ആളിൻ്റെ പേര് ഹാഷിം മൂസ എന്ന് പറയുന്ന ക്രൂരൻ. പാകിസ്ഥാനിൽ ഫുള്ളി ട്രെയിൻഡായിട്ട് പാകിസ്ഥാൻ ആർമിയുടെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ലഷ്കർ-ഇ തോയ്ബയുടെ ISൻ്റെയൊക്കെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ എല്ലാം കുടുക്കിയിരിക്കുകയാണെന്നാണ് മനസ്സിലാവുന്നത്. ആ കാടിനുള്ളിൽ ആഹാരമില്ലാതെ ഏതോ വീട്ടിലേക്ക് അവർ പോയ വഴിക്ക് വളരെ സമർത്ഥമായിട്ട് ഇന്ത്യൻ പട്ടാളം അവരെ വളഞ്ഞിരിക്കുകയാണ്. NIA അവരെ ചോദ്യം ചെയ്യുകയാണെന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവരിൽ നിന്ന് എല്ലാ തെളിവും പാകിസ്ഥാൻ്റെ ഈ പ്രതിസ്ഥാനവും നമുക്ക് സമാർജിച്ച് കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെ ഒരു രാഷ്ട്രത്തിനും നമ്മളെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാവും. കാരണം ഈ ഭീകരവാദത്തിനോട് യാതൊരു വിധമായിട്ടുള്ള ഒത്തുതീർപ്പും പാടില്ലെന്നുള്ളത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അമേരിക്ക ഉൾപ്പെടെ വൻ ശക്തികളെല്ലാം, ചൈന ഉൾപ്പെടെ അംഗീകരിച്ച് പ്രമാണത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമ്മളൊരു മിലിറ്ററി ആക്ഷനിൽ ഏർപ്പെട്ടാൽ അതിനെ ചോദ്യം ചെയ്യാൻ ഒരു രാഷ്ട്രത്തിലും പ്രത്യക്ഷത്തിൽ കഴിയില്ല. പിന്നെ പരോക്ഷമായിട്ട് ഇങ്ങനെ ആയുധങ്ങളൊക്കെ സപ്ലൈ ചെയ്ത്, അതിന് പറയുന്നത് കോവർട്ട് ഓപ്പറേഷൻ, അത് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ത്യയും കോവർട്ട് ഓപ്പറേഷൻ അതിന് പകരമായിട്ട് നടത്തും. അങ്ങനെ ഉള്ള ഒരു യുദ്ധമായിരിക്കും. യുദ്ധമെന്ന് പറഞ്ഞാൽ പണ്ട് നടന്ന 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഒരു യുദ്ധം പോലെ ഒരു കൺവെൻഷനൽ വാർ ആയിരിക്കും നടക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കൺവെൻഷനൽ വാറുകളുടെയൊക്കെ പ്രസക്തി നമുക്ക് എന്നേ നഷ്ടപ്പെട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ ആ പുതിയ അർത്ഥത്തിൽ, എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ്റെ വിഷപ്പല്ലുകൾ എടുത്തു കളയുന്ന രീതിയിലുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷൻ, ലിമിറ്റഡ് ആയിരിക്കുകയില്ല, അത് എല്ലാ തരത്തിലുമുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷൻ തന്നെയായിരിക്കും നടത്താൻ പോകുന്നത്. നമ്മുടെ 5 യുദ്ധക്കപ്പലുകൾ അണിനിരന്നു കഴിഞ്ഞു, മിസൈലുകളുമായിട്ട്. വിമാനവാഹിനികളായ കപ്പലുകളാണത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവിധത്തിലുള്ള ഫോറൻസിക് തെളിവുകളും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്തതുപോലുള്ള തെളിവുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏത് ലോക കോടതിയിൽ പോയാലും അവർക്ക് രക്ഷയില്ലാത്ത ഒരു അന്തരീക്ഷവും നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, NIA സംഘം പുൽവാമയിലെ അന്വേഷണം കഴിഞ്ഞ് കേരളത്തിലേക്കും വരുന്നുണ്ടെന്നോ. അതായത് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് കേരളത്തിന് ബന്ധമില്ലാത്ത ഒരു ഭീകരാക്രമണവും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇതിലെങ്കിലും ഇല്ലല്ലോ എന്നൊരു ആശ്വാസമാണ് മാധ്യമപ്രവർത്തകർ സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ നിരീക്ഷകരും സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കേരളവുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. NIA സംഘം പല സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ അടുത്തതായിട്ട് കേരളത്തിലേക്കും വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞ വിജയം. ഈ പാകിസ്ഥാൻ ഇപ്പോഴേ ഇനി ഒരു യുദ്ധത്തെ നേരിടാൻ തക്കവണ്ണം അവർക്ക് പ്രാപ്തിയുണ്ടോ? കാരണം ധനപരമായിട്ട് അവർ വളരെ പുറകിലോട്ട് പോയി, രാഷ്ട്രീയമായിട്ടും സേനയുടെ കാര്യത്തിലും അവർ പിന്നിലാണ് നിൽക്കുന്നത്. അത് അവരെ കൂടുതൽ ആ രാജ്യത്തിന് തന്നെ വലിയ വിനാശകരമായ കാര്യത്തിലേക്കല്ലേ പോകത്തുള്ളത്. പാകിസ്ഥാൻ ഇപ്പോൾ അതിന് വിലപേശി പേടിച്ച് വറച്ചിരിക്കുക രാജ്യം. പക്ഷേ നമ്മുടെ ഒരു BSFകാരന് സാറിന് സംഭവിക്കുന്നതാണ്. അതിർത്തിയിൽ ഇപ്പോൾ അതിർത്തി എന്ന് പറഞ്ഞാൽ വരച്ചിട്ടിട്ടൊന്നുമില്ല. നമ്മുടെ ഒരു സങ്കല്പം മാത്രമാണ് ഈ അതിർത്തി എന്ന് പറയുന്നത്. അവിടെ BSF 2 സൈഡിൽ നിൽപ്പുണ്ട്. ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, വാഗാ ബോർഡറിൽ ഞങ്ങൾ പോയി. വാഗാ ബോർഡറിൽ ഞങ്ങളൊരു പാടത്തേക്ക് കാലെടുത്ത് വയ്ക്കാൻ തുടങ്ങുമ്പോൾ പോവല്ലേ എന്ന് പറഞ്ഞ് BSFകാർ ഞങ്ങളെ തടഞ്ഞു. അറിയാതെ പറ്റിയതാണത്. പാകിസ്ഥാനോട് പിടിച്ചിറക്കിയ ടാങ്കുകളും ഒക്കെ ഉണ്ട്. അന്ന് അടുത്ത് പോയി കാണാമെന്ന് വിചാരിച്ച് പോയത്. അത് അങ്ങോട്ട് ഇറങ്ങല്ലേ. കാരണം എന്താ? അത് പാകിസ്ഥാനാണ്. കാലങ്ങോട്ട് കുത്തിയാൽ അത് പാകിസ്ഥാൻ. കൃഷിയൊന്നുമില്ല, പക്ഷേ ഒരു വയൽ പ്രദേശം അങ്ങോട്ട് എടുത്തിയ അത് പാകിസ്ഥാനായിത്തീരുന്നു എന്ന് പറയുന്ന പോലെ BSFകാർക്കും പറ്റും. കുറേ കൃഷിക്കാരങ്ങനെ പോകുമായിരുന്നു. അവരുടെ കൂടെ നടന്ന ഈ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് പർണാം കുമാർ ഷാ എന്നാണ്, ബംഗാളിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം എടുത്ത് കാലെടുത്ത് അങ്ങോട്ട് വെച്ചു. അദ്ദേഹത്തെ പിടിച്ചു വച്ചിരിക്കുക. സാധാരണഗതിയിൽ ഇങ്ങനെ പിടിച്ചു വെച്ച ആൾക്കാരെ അബദ്ധമാണെന്നറിയും. നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികളെ
മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളിലെ തൊഴിലാളികളെയൊക്കെ അങ്ങനെ വിടാറുണ്ടല്ലോ. ശ്രീലങ്കയും ചൈനയും പാകിസ്ഥാനും എല്ലാം വിടാറുണ്ട്. ഇവിടെ വിട്ടിട്ടില്ല, പിടിച്ചു വച്ചിരിക്കുക. അത് വെച്ച് വിലപേശിക്കൊണ്ടിരിക്കുക. പലസ്തീൻകാർ ബന്ദികളെ വെച്ച് വിലപേശിയതുപോലെ ഈ ഒരു പാവപ്പെട്ട മനുഷ്യനെ, അദ്ദേഹത്തിനെ കണ്ടാൽ അറിയാം അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ഒരു ആക്രമണവും ഇല്ലാതെ വളരെ സത്യസന്ധമായിട്ട് പോയത്. പിടിച്ചു വെച്ച് വിലപേശിക്കൊണ്ടിരിക്കുക. നീചമായിട്ടൊരു കൃത്യമാണ്. എത്രയോ പാകിസ്ഥാൻകാരെ ഇന്ത്യൻ BSF ഇതുപോലെ പിടിച്ചിരിക്കുന്നു. അങ്ങനെ പാക് റേഞ്ചേഴ്സ്, അവരുടെ തന്നെ പകരമുള്ള സേനയ്ക്ക് റേഞ്ചേഴ്സ് എന്നാണ് പറയുന്നത്. ആ റേഞ്ചേഴ്സ് പിടിച്ചു വെച്ചിട്ട് അയാളുടെ ജീവന് വേണ്ടി വിലപേശുക. പല ഫ്ലാഗ് മീറ്റിംഗ് കഴിഞ്ഞിട്ടും അവർ വിട്ടുകൊടുത്തിട്ടില്ല. അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയാളുടെ കുടുംബക്കാർ, ബംഗാളിൽ നിന്നുള്ള കുടുംബക്കാരാണ്. ആ കുടുംബക്കാർ ഇയാളെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പോൾ കാശ്മീരിലേക്ക് പോയിരിക്കുക. വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി. ഇവിടെയൊക്കെയാണ് നമ്മുടെ ദേശസ്നേഹത്തിൻ്റെ ഒരു മറുവശം നമ്മൾ കാണുന്നത്, നമ്മുടെ സ്വാർത്ഥത. അതുകൊണ്ട് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാണ്ഡഹാറിലെ കൊടും ഭീകരനെ കാണ്ഡഹാറിൽ നടന്ന വിമാന റാഞ്ചലിൽ നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. കാണ്ഡഹാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാന്ധാര പ്രദേശമാണ്. അതിൻ്റെ പുതിയ ഉറുദു പേരാണ് ഈ കാണ്ഡഹാർ എന്ന് പറയുന്നത്. ആ പ്രദേശത്തെ കൊടും ഭീകരനെ വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് പിന്നീട് കാശ്മീരിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ബ്ലഡ് ഷെഡും, രക്തച്ചൊരിച്ചിലുകളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.